ലോകമാം ഗംഭീരവാരിധിയിൽ വിശ്വാസക്കപ്പലിലോടിയിട്ട് നിത്യ വീടുന്നുണ്ടവിടെ എത്തി കർത്തനോടു കൂടെ വിശ്രമിപ്പാൻ യാത്ര ചെയ്യും ഞാൻ. ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഭവനത്തിൽ വെച്ചുള്ള പ്രാർത്ഥന ആരംഭിക്കുകയാണ്. നമ്മൾ ഇന്ന് കർത്തൃസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ ഈ മാതാവിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യേകമായി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം കിഴക്കോട്ട് അഭിമുഖമായി എല്ലാവരും നിന്ന് പ്രാർത്ഥനയിൽ സംബന്ധിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപയുണ്ടോ ഞങ്ങളോട്. ദൈവമേ നിനക്ക് സ്തുതി. ഭാവികളാരോട് കർണയുന്ന മിശ്രാജാവേ സ്തുതി. ബാലയ്ക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാം പരിശുദ്ധാത്മനേ. എന്റെ രാജ്യം വരണമേ. എന്റെ ശ്രോത്തിലെ പോലെ ഭൂമിയിലോ ആണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള നീ ഞങ്ങൾക്കരണമേ. കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളും ഭാവങ്ങളോ ശ്രമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ നിങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് നീ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഒരുത്തമമായ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ബാറക്കുമോ ശുഭോലെ ബോലെ ബ്രോവൽ റൂഹോ കാദീശോ അലിൻമിലെ ഹാത്തോ കരുണയുള്ള ദൈവമായ കർത്താവേ, നിന്നിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. നിന്റെ കർത്തൃകൽപ്പയാൽ വേർപെട്ടു പോയ ഈ ദാസിയുടെ ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും കാണപ്പെടാത്ത അന്ധകാര സൈന്യങ്ങളിൽ നിന്ന് ഇവളെ വീണ്ടുകൊള്ളണമേ. ഈ ദാസിയുടെ ആത്മാവ് ജീവന്റെ സ്ഥാനത്ത് നീതിമാന്മാരുടെ കൂട്ടത്തിൽ ചെന്ന് എത്തുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഇവൾ നിന്റെ പരിശുദ്ധന്മാരുടെ കൂടെ വസിക്കുമാറാകണമേ. മോറൻ വാലോഹൻമീൻ. നീ ജീവനെടുത്തിടുമ്പോൾ ഹാലേലൂയോ ഹാലേലൂയ. മൃതരായി മണ്ണിൽ ചേരുന്നു, കർത്തൃമഹത്വം വാഴട്ടെന്നും. ഹാലേലൂയോ ഹാലേലൂയ. തൻ ക്രിയകളിലുടയോൻ തെളിയട്ടെ. ബാറക്കുമോ ശുഭോന ബോലെ ബ്രോവൽ റോഹോ
കാദീശോ മെൻവോലം വാദമുൽവോലം വൽമീനാമേ. പ്രിയനാം ലാസറിനെ കബറിന്നെഴുന്നേൽപ്പിച്ചോനെ വാഴ്ത്താൻ വന്നിടുവിൻ. മൃതിപാശത്തിനും വിധവാസുതനെ വിടുവിച്ചോനെ നാം എല്ലായ്പ്പോഴും വിശ്രമമെന്നെ സ്തുതി ചെയ്താരാധിക്കേണം. സ്തോമൻ ഗാലോ പ്രിയലായിസോ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. നിരീകനായ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും നിത്യവും ഇടവിടാതർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. തൻ്റെ ദാസിയുടെ മരണാനന്തര ശുശ്രൂഷ നിർവഹിക്കുന്നതായ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഉത്തമനായി തന്നെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഖമാരോടുകൂടെ വരുവാനിരിക്കുന്നവനുമായ മിശിഹാ തമ്പുരാനെ, സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും ഇതിനു മുൻപാകെ പരിഭ്രമിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോപേന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളും നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചു ചേർന്നു പോയ സർവ്വശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിൻ്റെ സൃഷ്ടാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെക്കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന് മുൻപാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിയെ നിന്റെ വലത്തുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായി കൊണ്ട് അരുളി ചെയ്തിട്ടുള്ളതായ വചനം ഞങ്ങളിലും ഈ ദാസിയിലും നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ പരേതരും നിന്റെ വലത്തുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുക്കോലസ്ബാലവൽമീൻ മിനാലോഹോന് കാബേൽ ഹുസോയോദ് ഹൗബേ വൽശുബുക്കോനോ ദാത്തോ ഹേബത്രൈഹൂൻ വൽമേലവോലം വൽമീ. നഗരകവാടം വഴിയായി ഞാൻ പോകും നേരം കേട്ട് നൊരുനാഥ ശ്രദ്ധിച്ചെന്നരികെ നീന്നേറ്റം ഖേദം തോന്നും നിധനത്തെ ലളിതകളേമ്പര തരുണന്മാരെയും ബാലന്മാരെയും കണ്ടേൻ പ്രഭുവനിതകളും ദാസികളും സന്ത ഭാരവത്തിൽ പാടുന്നു. വ്യസന സമേതം ചോദിച്ചേൻ കേഴും നേന്തിന്നേവം സുന്ദരരെ വ്യതയോടെന്തിനു പാടിയിടുന്നോ ഡോതി മൂഢമിണ്ടാതെ. നീ കാണുന്നൊരു സൗന്ദര്യം പാതാളത്തിൽ പാഴായി പോയിടോ ഈ രക്താംബര രുചിരതയെ ഈയുൾ
ലോർത്തൻ ഭൂഷ സുഭഗതയേ മരണമശേഷം മായിക്കുമീസോ നേര്യം പ്രാതകാലത്തിൽ തെളിവാകും സൂര്യനു തുല്യമീസോ നേര്യം പാഴ്പുൽക്കൊടിയിന്മേൽ താങ്ങും തോമഞ്ഞിനു തുല്യം മീ സൗന്ദര്യം സന്ധ്യ വേളയതിൽ വാടിയിടും പൂവിനു തുല്യം പാതാളത്തിൽ പാഴാം രൂപത്തിൽ കനിയുക കർത്താവേ ജീവൻ നൽകി തേജോവസനം നീ അതിനെ അണിച്ചിടണമേ സർവ ദേശസ്തോത്രം സ്തോത്രം ദേവോരാഹിമ്മേലനുവാദാരേ ബലവാനും മഹാകാരുണ്യവാനും ദയാലുവുമായ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ അടുത്തിരിക്കുന്നതിനാൽ നിദ്രാവച്ചിരിക്കുന്ന ഈ സഹോദരിക്ക് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അണിച്ചിരിക്കുന്ന ഈ രൂപം കൈക്കൊണ്ട് സ്വർഗീയ യെരൂശലേമിൽ മോഹനീയ വാസലത്തെ ഇവളെ ആശ്വസിപ്പിക്കണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കും ഇവളെ അർഹയാക്കുകയും ചെയ്യണമേ. മോറൻ വാലോഹൻ ദേവേശ നിൻ പരിചാരിക തന്നാത്മത്തെ സസമാധാനം കൈക്കൊള്ളുക. കന്മഷമഖിലം മോചിക്ക ഇവളെ വിരിക്കരുതേ നാഥ. നിർമായൻ നീയേകന്താൻ അപരാധികളർഹിച്ചിടും നരകത്തിനിവരക്ഷിതയായി കൽപ്പന കാത്തവരോടൊപ്പം ശോഭനമണവറ പോകേണു. ബാരക്കുമോ ബോലെ ബ്രോവൽ റോഹോ കാദേശോ ഹാമൃതിയെ നീ ഞെളിയേണ്ട മൃതരായോർമേൽ അവരുടെ മേൽ തെല്ലില്ല നില അധികാരവും അവകാശമതും ബലവാനാം സൃഷ്ടാവരെ വിസ്തരണം ചെയ്യോ ലോനം. സാക്ഷാലവകാശികളും തൽ സുതരും ദാസരും അവരല്ലോ. നിൻ കൈകളിൽ നിന്നവരെ ഡേഗം സ്വർഗമഹാരാജ്യം. അഞ്ചേട മരണത്തെ ഞാൻ നിദ്രാഭേദയുമില്ലെന്നിൽ ദൈവത്തിൽ നടത്തിയിടും വിധയോർത്തഞ്ചിടുന്നേ ഞാൻ. ബാരക്കുമോ നീ വാഗ്ദാനത്തിൻ നാടായി സ്വർഗമഹത്വം ചാർത്തിയിടും. സോനു ധ്വനി ജീവൻ നൽകി നിന്നെ വലത്തായി ചേർത്തിടും. കാന്തനു കാത്തോരം കന്യാസ്ത്രീകളെ നീ പ്രാപിക്കും സഹജേ. പുനരുത്ഥാനത്തിൽ ലോകമതൻ ചിന്താ വിഷയമതായി
ആദിമകാലത്തെ മാനസമോടി സൃഷ്ടിയോർത്തൊരു ഞാൻ വെമ്പേശാപത്താൽ മൃത്യുനിമിത്തം വേർപിരിയോ നാൾ വരെയോ നാരികളത്യധിക വേദയിൽ നാൾ പോക്കി വേദനയോടു സുതരെ പ്രസവിച്ചിടുന്നു. ജീവൻ പോയി വേർപിരിയോ മാതാവേ നോക്കിടുമാത്മജരിൽ നെടുവേർപ്പുയരുന്നു. തായില്ല പറവ കുഞ്ഞുങ്ങൾക്കൊപ്പം അതിസന്താപത്താൽ രോദിച്ചിടുന്നു. ഈ ദീനരാവ് കേൾക്കുന്നോരെല്ലാം ഖേദത്താലവരോടൊപ്പം കരയുന്നു. ദൂതൻ ചാരേ വന്നെന്നെ കൊണ്ടിഹ പോയി മാരകബാണത്താൽ എന്നിൽ ഭ്രമമേറ്റി നിർദ്ധയ പീഡകളാൽ മർദ്ദിച്ചംഗങ്ങൾ കാൺമീൻ വടിമൂന്നാലെന്നെ താടിച്ചാൻ ഞാനാശ്രയഹീന ഞാനയ്യോദീന നിൻ സൃഷ്ടിയെ നാഥ കൃപയാൽ പുതുതാക്കമുറിയോറാകെ മേലൈനുവതാരേൻ കരുണ സമ്പൂർണ പുനരുത്ഥാനദിനെ നിന്നോട് സൃഷ്ടിയ നീ നവമാക്കിടേണം. പതിബന്ധം ഹൃദയാൽ വേറായി മേരണ്ടായി തീർന്നൊരു സഹജയ്ക്കായി പ്രാർത്ഥിപ്പിൻ നിങ്ങൾ അവരൊന്നാകണമേ. പുനരുദ്ധാനത്തിൽ മോചിക്കുക പാപം മായിക്കുക ദോഷം സത്യമേഴും വിധിയിൽ നാളിൽ പാടേണം പരിശുദ്ധന്മാരോ തിവൾ നിൻ സ്തുതിഗീതം അവിടുത്തെ ആത്മാവോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. വരുവാനിരിക്കുന്നവനായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ ചുവനും സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.
Melsodehaelo Hodesbaser Memsulto Caristo Mariam Barak Mor Holenden അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. വീണ്ടും സ്വർഗരാജ്യം മണവാളിൻ്റെ മണവാട്ടിയുടെ എതിരേൽപ്പിനായിട്ട് ദീപേക്ഷികൾ എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശമായിരിക്കും. അവരിൽ 5 പേർ ബുദ്ധിമതികളും 5 പേർ ബുദ്ധിഹീനങ്ങളുമായിരുന്നു. ബുദ്ധിഹീനകൾ തങ്ങളുടെ ദീപേക്ഷികളെ എടുത്തു, എണ്ണ കൂടി എടുത്തില്ല. ബുദ്ധിമതികളാകട്ടെ തങ്ങളുടെ ദീപേക്ഷികളുടെ കൂടെ പാത്രങ്ങൾ എണ്ണയും എടുത്തു. മണവാളൻ താമസിച്ചതുകൊണ്ട് അവരെല്ലാവരും വന്നിച്ചുറങ്ങി. അർദ്ധരാത്രിക്ക് ഇതാ മണവാളൻ വരുന്നു, അവൻ്റെ എതിരേൽപ്പിന് പുറപ്പെടുവിനെന്ന് ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ ആ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദീപേക്ഷികളെ തെളിയിച്ചു. ആ ബുദ്ധിഹീനകൾ ബുദ്ധിമതികളോട്, ഇതാ ഞങ്ങളുടെ ദീപേക്ഷികൾ കെട്ടുപോയതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്കും തരിക എന്ന് പറഞ്ഞു. ആ ബുദ്ധിമതികൾ മറുപടിയായിട്ട്, ഞങ്ങൾക്ക് നിങ്ങൾക്ക് മതിയാകാതെ വന്നേക്കാം, നിങ്ങൾ കച്ചവടക്കാരുടെ അടുക്കൽ പോയി വാങ്ങുവിനെന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ വിരുന്നുശാലയിൽ പ്രവേശിച്ചു. വാതിലടയ്ക്കപ്പെടുകയും ചെയ്തു. ഒടുക്കം മറ്റേ കന്യകമാരും വന്ന്, പ്രഭോ പ്രഭോ ഞങ്ങൾക്കും വാതിൽ തുറന്നു തരണമേ എന്ന് പറഞ്ഞു. അവൻ ഉത്തരമായിട്ട് അവരോട്, നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നുവെന്ന് പറഞ്ഞു. ആയതുകൊണ്ട് ആ ദിവസത്തെയും ആ സമയത്തെ നിങ്ങൾക്കറിഞ്ഞുകൂടാത്തതിനാൽ ജാഗ്രതയായിരിപ്പീൻ എന്ന് നമ്മുടെ കർത്താവ് തന്നെ അരുളി ചെയ്തു. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ. ഭക്തന്മാരിൽ പറഞ്ഞിരിക്കുന്നവനെ കർത്താവിന്റെ ആശ്രത്തെ കുറിച്ച് നോക്കി പ്രാർത്ഥിക്കുന്ന മനുഷ്യനുമാക്കണമേ. അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ പ്രാർത്ഥിക്കണമേ. അനുകൂലമാക്കുന്നവനാൽ വാഴ്ത്തപ്പെട്ടവനാണെന്ന് ശരീരങ്ങളും ആത്മാക്കളും ശരിയാലിച്ചു പറയുമാറാകണമേ. ആമീൻ. എല്ലാവർക്കും അല്പസമയം ഇരിക്കാം. ഇനിയും കാണുവാനായിട്ടുള്ളവർ ദയവായിട്ട് ഈ സമയത്ത് മുന്നോട്ട് കടന്നു വരിക. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അകലം പാലിച്ച് ഇരിക്കുവാനായിട്ടും കൂടി നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കുവാനായിട്ടും പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഏറെ പ്രിയപ്പെട്ട എബിയച്ചൻ, കർത്താവിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു മരണഭവനത്തിലൂടെ നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. പ്രത്യേകമായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ കോവിഡിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ നമ്മുടെ നാട്ടിലും നമ്മുടെ പരിചയങ്ങളിലുമൊക്കെ വലിയ വലിയ ദുഃഖങ്ങളും ഒക്കെ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു മരണഭവനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ പലരുടെയും മനസ്സിൽ ചില പേടികളൊക്കെ ഉണ്ട്. ഏത് രീതിയിലാണ് രോഗത്തിൻ്റെ അവസ്ഥ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്? ഇങ്ങനെയുള്ള പേടികളൊക്കെ ഉള്ളതുകൊണ്ട് പലപ്പോഴും ഞാനും നിങ്ങളും പല സാഹചര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾക്കൊക്കെ കുറേ വില കൽപ്പിക്കുന്നതുകൊണ്ട് എത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിലും പ്രയാസമാണെങ്കിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ടല്ലോ. പ്രിയപ്പെട്ട മാതാവിൻ്റെ വേർപാടിൻ്റെ വിവരം അറിഞ്ഞ സമയം മുതൽ ഇന്നലെ വൈകിട്ടും രാവിലെയും ഒക്കെ ആയിട്ട് അനേകം ആൾക്കാരിവിടെ വന്ന് കണ്ട് കടന്നുപോയി. ഈ സംസ്കാര ശുശ്രൂഷയിൽ ആദ്യോടന്തം പങ്കെടുക്കണമെന്ന് പലർക്കും ആഗ്രഹമുണ്ട്. എങ്കിലും നമ്മുടെ കുടുംബത്തിൻ്റെയൊക്കെ പശ്ചാത്തലം നമ്മളിൽ നിന്നൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ നാളുകളിൽ എത്രയോ ആൾക്കാരാണ് മരണത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട അമ്മയെ സംബന്ധിച്ച് ദൈവം കൊടുത്തതായിട്ടുള്ള ആയുസ് ജീവിച്ചു തീർക്കുവാനായിട്ട് സാധിച്ചു. നല്ലൊരു കുടുംബസ്ഥയായി
ഈ കുടുംബത്തിലേക്ക് കടന്നു വന്ന് കുടുംബത്തിൻ്റേതായിട്ടുള്ള കാര്യാദികളൊക്കെ ക്രമീകരിച്ച്, എന്നാൽ രോഗത്തിൻ്റെ അവസ്ഥ കടന്നു വന്നപ്പോഴും ദൈവത്തിലുള്ള പ്രത്യാശ കൈവിടാതെ ഇന്നുവരെ ജീവിക്കുവാനായിട്ട് സാധിച്ചതുകൊണ്ട് ഒരു നല്ല മരണം പ്രാപിക്കുവാനായിട്ട് സാധിച്ചു. അങ്ങനെ പറയാനുള്ള കാരണം, നമ്മൾ നോക്കുമ്പം ലോകപ്രകാരം വലിയ പ്രായമൊന്നുമില്ല. ഈ പ്രിയപ്പെട്ട മാതാവിന് രോഗത്തിൻ്റെ അവസ്ഥയാണെന്നറിഞ്ഞു. ഞങ്ങൾ വൈദികരെ സംബന്ധിച്ച് ഇടയ്ക്ക് ഒരു ദിവസം ഇവിടെ കടന്നു വന്നു. അപ്പോഴും മരുന്നൊക്കെ കഴിക്കുന്നത് കൊണ്ട് അന്ന് കാണാൻ സാധിച്ചില്ല. ഇന്നലെ രാവിലെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഞാനും പ്രിയപ്പെട്ട അച്ഛനും ഈ ഭാഗത്തുള്ള പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ പറഞ്ഞു, പ്രിയപ്പെട്ട അമ്മയ്ക്ക് ചില ബുദ്ധിമുട്ടാണ്, കഴിഞ്ഞ ദിവസം വീണതായിട്ടുള്ള കാര്യമൊക്കെ പറഞ്ഞു. പെട്ടെന്ന് തന്നെ നമുക്കന്ന് അവിടം വരെ പോകാം. ഞങ്ങളൊരു കാറ് ആ മഴയത്ത് ഇവിടെ വന്നു. ഈ പ്രിയപ്പെട്ട അമ്മയുടെ മരണം എന്നെയൊക്കെ സംബന്ധിച്ച്, പ്രിയപ്പെട്ട അച്ഛനെ സംബന്ധിച്ച് വളരെ സ്പർശിച്ച ഒരു കാര്യമാണ്. ഞങ്ങൾ വന്ന് ഈ ഭവനത്തിൽ വിശേഷങ്ങളൊക്കെ തിരക്കി ആ മുറിയിൽ കയറി പ്രാർത്ഥിക്കുന്ന സമയം വളരെ സുബോധത്തോടുകൂടെ ഭർത്താവിനോടും മകനോടും പറഞ്ഞു, അച്ഛന്മാർ വന്നതല്ലേ, കാപ്പി ഉണ്ടാക്കണം, അല്ലേ കഴിക്കാൻ കൊടുക്കണം, ഈ വിവരമൊക്കെ പറഞ്ഞു. അപ്പോഴും ഈ മരണത്തെക്കുറിച്ചൊന്നും ഞങ്ങൾ ആരും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. കഴിഞ്ഞ ദിവസം വീഴ്ചയിലൂടെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. ആ കാര്യമൊക്കെ പറഞ്ഞ് പ്രിയപ്പെട്ട അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം അമ്മയും ആ കൂട്ടത്തിൽ പാട്ടുപാടി പ്രാർത്ഥിച്ചു. അവസാനം വളരെ സ്നേഹത്തോടുകൂടെ ഞങ്ങൾ ഈ ഭവനത്തിൽ നിന്നും പിരിഞ്ഞു. വൈകുന്നേരമായപ്പോൾ പെട്ടെന്ന് ഫോൺ വന്നു, ഈ അമ്മ മരിച്ചു. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്പർശിച്ചൊരു കാര്യമാണ്, വളരെ സുബോധത്തോടുകൂടെ ജീവിതത്തിൻ്റെ അവസാന നാളിൽ ആരും പറയാതെ ഞങ്ങൾക്കിവിടെ വരാൻ സാധിച്ചു. തൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ടുള്ള ഒരു വലിയ ഭാഗ്യമാണ് ഈ അമ്മയ്ക്ക് ലഭിച്ചത്. ലോകപ്രകാരം നോക്കുമ്പം ചില രോഗങ്ങളുണ്ട്, അസ്വസ്ഥതകളുണ്ട്, ഒക്കെ ശരിയാണ്. അതിനേക്കഴിഞ്ഞ് ഉപരിയായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ അവസാന നാൾ ഒന്ന് സമർപ്പിച്ചിട്ട്, എൻ്റെ ആത്മാവിനെ നിൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കുന്നു എന്നുള്ള സുബോധത്തോടുകൂടിയുള്ള പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഈ ഭൂമിയിൽ നിന്നും മാറുവാനായിട്ട് സാധിച്ചല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നല്ല സുഹൃതങ്ങളുണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു അന്ത്യം പ്രാപിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യലേഖനം 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ തിരുവചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നാം ഈ ഭൂമിയിൽ മാത്രം ക്രിസ്തു യേശുവിൽ പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ എല്ലാ മനുഷ്യരെക്കാട്ടിലും അരിഷ്ടന്മാരാണ്. നാം ഈ ഭൂമിയിൽ മാത്രം ക്രിസ്തു യേശുവിൽ പ്രത്യാശ വെക്കുന്നുവെങ്കിൽ എല്ലാ മനുഷ്യരെക്കാട്ടിലും അരിഷ്ടന്മാരാണ്. നമ്മുടെ ജീവിതത്തിലെ പല ആവശ്യങ്ങളിലും നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥനയുടെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അത് നോമ്പെടുത്ത് പ്രാർത്ഥിക്കും, ഉപവാസം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കും, നേർച്ചകൾ നേർന്ന് പ്രാർത്ഥിക്കും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങളും നേടുവാനായിട്ട് യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഞാനും നിങ്ങളും. അപ്പോസ്തലൻ പറയുകയാണ്, ഈ ഭൗതിക ആവശ്യത്തിനെ കഴിഞ്ഞ് ഉപരിയായിട്ട് എന്തോ നിങ്ങളുടെ ചുറ്റുവട്ടത്തുമുണ്ട്. ഈ ലോകത്തിലെ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരാണ്, യേശുവിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ എല്ലാ മനുഷ്യരെക്കാട്ടിലും അരിഷ്ടന്മാരാണ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അപ്പുറം എന്തോ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കണം. യേശു തമ്പുരാൻ പഠിപ്പിച്ചു നമ്മെ നിത്യജീവനെക്കുറിച്ച് ബോധ്യമുള്ളവർ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലെ ജീവന് വേണ്ടിയും പ്രത്യാശയോടുകൂടെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്. ഈ മരണഭവനത്തിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ
ഭൗതികമായിട്ടുള്ള നമ്മുടെ പല ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മൾ യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്നു. അതോടൊപ്പം തന്നെ അതിനേക്കഴിഞ്ഞ് ഉപരിയായിട്ട് നിത്യജീവനെക്കുറിച്ചുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഒരു ദിവസം ഞാനും നിങ്ങളും മാറ്റപ്പെടും. ഈ ഒരു കാലഘട്ടത്തിൽ അതെങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ഇപ്പോൾ കൊറോണ ബാധിച്ചാണോ നമ്മൾ മരിക്കുന്നത് നമുക്കറിയത്തില്ല. പല രോഗങ്ങളും ഈ സമയത്തിങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുക. ആ രോഗം ബാധിച്ചാണോ നമ്മൾ മരിക്കുന്നത് നമുക്ക് ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് ഭൂമിയിലായിരിക്കുന്ന നാളുകളിൽ നിത്യജീവനെക്കുറിച്ചുള്ള ചിന്ത നമ്മെ ഭരിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനെ കഴിഞ്ഞും ഉത്തമം ബിലാവ് ഭവനത്തിൽ പോകുന്നതാണ്. ഞാനും നിങ്ങളും അനേക വിരുന്ന് ഭവനത്തിൽ പോയിട്ടുണ്ട്. അവിടെയൊക്കെ എപ്പോഴും സന്തോഷങ്ങൾ മാത്രമാണ്. ജീവിതത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചുള്ള സംസാരമാണ് പലപ്പോഴും വിരുന്ന് ഭവനത്തിലുള്ളത്. ഈ വിലാവ് ഭവനത്തിൽ എല്ലാവരും മൗനപ്പെട്ടിരിക്കുക. നമുക്ക് സംസാരിക്കാനായിട്ടൊന്നുമില്ല. കാരണം ഒരു നിമിഷം ചിന്തിച്ചാൽ മതി, ഞാനും നിങ്ങളും ഇതുപോലെ മരണത്തിലൂടെ ഒരു പെട്ടിയിൽ കിടക്കുമ്പം ഈ അവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനും ജീവിതത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചൊന്നും ഇവിടെ പറയാനായിട്ടില്ല. അതുകൊണ്ട് ഈ ചുരുങ്ങിയ സമയം ഈ ഭവനത്തിലായിരിക്കുമ്പം നമ്മുടെ ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് നമുക്കിടയാവട്ടെ. ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് ഇതൊരു മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രിയപ്പെട്ട കുടുംബത്തെ സംബന്ധിച്ച് ഈ കുടുംബത്തിൻ്റെ വിളക്ക് പ്രിയപ്പെട്ട അമ്മ ഈ ഭവനത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പം പ്രിയപ്പെട്ട ഭർത്താവിനും മകനുമൊക്കെ അത് സഹിക്കാൻ സാധിക്കത്തില്ല. എങ്കിലും ദൈവത്തിൻ്റെ നിശ്ചയത്തോട് നമുക്ക് ചേർന്നേ ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മുന്നോട്ടുള്ള നിങ്ങളുടെ വഴിയാത്രയിൽ ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരട്ടെ. നിങ്ങളെ സംബന്ധിച്ച് പ്രിയപ്പെട്ട ആൻറ്റി രോഗത്തിൻ്റെ അവസ്ഥയിലൊക്കെ ആയിരുന്നു. എല്ലാ ശുശ്രൂഷകളും കൊടുക്കുവാനായിട്ട് സാധിച്ചു. അധ്യാപകരായിട്ട് 2 പേരും തങ്ങളുടെ ജീവിതത്തിൻ്റെ കാലഘട്ടമൊക്കെ വിനിയോഗിച്ചു. അവസാന നാളിൽ പ്രിയപ്പെട്ട ആൻറ്റിയെ ശുശ്രൂഷിക്കുവാനായിട്ട് പ്രിയപ്പെട്ട ഭർത്താവിന് സാധിച്ചിട്ടുണ്ട്. ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. പ്രിയപ്പെട്ട മകനെ സംബന്ധിച്ച് അമ്മയോട് ചേർന്ന് ശുശ്രൂഷിക്കുവാനായിട്ട് സാധിച്ചതാണ്. നിങ്ങളുടെ ഈ ശുശ്രൂഷ മനോഭാവം ദൈവം തീർച്ചയായിട്ടും കണക്കിടും. കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസം നിങ്ങളെ വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരട്ടെ. നമ്മയൊക്കെ സംബന്ധിച്ച് ഈ കുടുംബത്തെ മുന്നോട്ടുള്ള നാളുകളിലും ആശ്വസിപ്പിക്കുവാനായിട്ടും ഇവരുടേതായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളിലും ഇവർക്ക് ആശ്വാസം പകരുവാനായിട്ടുള്ള കടമയുണ്ടെന്നുള്ള കാര്യം ഒരിക്കലും വിസ്മരിക്കരുത്. പ്രിയപ്പെട്ട മാതാവിൻ്റെ വേർപാടിൽ ഇടവക ദേവാലയമായ അരീപ്പറമ്പ് സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ ഭരണസമിതിക്ക് വേണ്ടിയും എല്ലാ ഭക്തസംഘടനകൾക്ക് വേണ്ടിയും പ്രാർത്ഥനയോഗങ്ങൾക്ക് വേണ്ടിയും അനുശോചനം ഈ സമയത്ത് അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സമാശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാക്കുകൾ ചുരുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ മൃതശരീരം സംസ്കരിക്കുക എന്നുള്ള കാര്യത്തിലേക്ക് കടന്നു വരുമ്പം ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങൾക്കറിയാം. ഏറ്റവും അടുത്ത ആൾക്കാർ മാത്രം പള്ളിയിലേക്ക് വന്നാൽ മതിയാകും. കാരണം നിങ്ങൾക്കറിയാമല്ലോ, എല്ലാവർക്കും ആഗ്രഹമുണ്ട് പള്ളിയിൽ വരണമെന്ന്. പക്ഷേ ഏറ്റവും അടുത്ത ആൾക്കാർ പള്ളിയിലേക്ക് വരണം. ബാക്കി പ്രിയപ്പെട്ട സ്നേഹിതരുമൊക്കെ ഇവിടെ ഒന്നും പിരിയുന്നത് ഏറെ നല്ലതാണ്. കാരണം നമ്മുടെ പല ദേവാലയങ്ങളിലും പ്രദേശങ്ങളിലുമൊക്കെ ആ കോവിഡിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ഈ കാര്യങ്ങളൊക്കെ നമ്മളെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഏറ്റവും അടുത്ത ആൾക്കാർ പള്ളിയിലേക്ക് കടന്നു വരിക. ബാക്കി പ്രിയപ്പെട്ട എല്ലാവരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പള്ളിയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ മെയിൻ റോഡിൽ ഒരു വാഹനം ക്രമീകരിച്ചിട്ടുണ്ട്. ഉറവയ്ക്ക് വഴിയാണ് പള്ളിയിലേക്ക് പോകുന്നത്. ഏറ്റവും മുന്നിലായിട്ട് ആംബുലൻസിൽ മൃതശരീരം കയറ്റും. അതിന് തൊട്ട് പിന്നിലായിട്ട് വാഹനങ്ങളിൽ നിങ്ങൾ പള്ളിയിലേക്ക് വരണം.
ഒരു കാരണവശാലും ഒരു അലങ്കോലമായിട്ട് നമ്മൾ പോകരുത്. അതുകൊണ്ട് ഏറ്റവും മുന്നിൽ ആംബുലൻസിൽ മൃതശരീരം, അതിന് തൊട്ട് പിന്നിലായിട്ട് പള്ളിയിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ വാഹനത്തിൽ കയറി പള്ളിയിലേക്ക് വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവർ മുന്നോട്ട് കടന്നു വന്ന് സ്നേഹചുംബനം കൊടുക്കണം. ബാക്കി ആൾക്കാർ ദയവായിട്ട് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട മാതാവിൻ്റെ മൃതശരീരത്തിൽ ഒന്ന് വണങ്ങിയിട്ട് മുന്നോട്ട് പോകുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉത്തമമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഏറ്റവും അടുത്തവർ വന്ന് സ്നേഹചുംബനം കൊടുക്കുക. ബാക്കി എല്ലാ ആൾക്കാരും ദയവായിട്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. വത്സലരേ ദൂരത്തെന്തിനു നിൽക്കുന്നൻ, അരികിൽ വരിൻ ശ്ലോമോ തരുവിൻ, പ്രാർത്ഥിച്ചിടുവിൻ. സങ്കടകീർത്തനമൻ പേർക്കായി പാടിടുവിൻ, മൃതിപാതാളകവാടത്തിൽ ബന്ധിച്ചെന്നെ. മരണത്തിൻ ദൂതൻ പിറകെ വന്നപ്പോൾ, ചുറ്റും പാർത്തൻ തുണ ചെയ്യുവാൻ വന്നില്ലാരും. വിളികൂട്ടുന്നോർക്കായി വെളിവാകും നാഥ, നിന്ദേവികമാം വലഭാഗേ നിർത്തണമെന്നേ. വത്സലരേ സത്യം ഭയമാർന്നിടും നേൻ, ലോകയന്മാർക്കില്ല ഗുണം കാലം മൂലം. പോകുന്നേ നൽകാൻ എൻ്റെ കണക്കെല്ലാം, സർവരഹസ്യവിദീശൻ തൻ തിരുസന്നിധിയിൽ. വൈരൂപ്യം സുമുഖം കേകും മൃതിയെ നീ, സ്നേഹിതനോടു മോദിപ്പോനെ ഖേദിപ്പിക്കും. വന്നിനി നിൻ ഭരണം നീക്കി ദുഃഖിതരേ, സ്വപ്രഭയാൽ മോദിപ്പിക്കും നാഥൻ ധന്യൻ. മൃഗായോ
പ്രദർശനം കാണാനായിട്ടുള്ളവർ പള്ളിക്കുള്ളിലേക്ക് പ്രവേശിച്ച് പ്രദർശനം കണ്ടതിന് ശേഷം ദയവായിട്ട് നമ്മുടെ പന്തലിലേക്ക് പള്ളിയുടെ അകത്താണെങ്കിലും കസേര ക്രമീകരിച്ചിട്ടുണ്ട് അവരകത്തിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും അടുത്ത ബന്ധുക്കള് ഈ സമയത്തിരിക്കുക, ബാക്കിയുള്ളവർ ദയവായിട്ട് അകലം പാലിച്ചുകൊണ്ട് ദേവാലയത്തിനുള്ളിൽ കസേരയിലിരിക്കുകയോ പന്തലിൽ ആത്മാക്കളുടെ സൃഷ്ടാവും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനിക്കുന്നവരുടെ ധൈര്യവുമായ തന്റെ ദാസിയുടെ ശബ്ദ
രക്ഷയുള്ളവനും കാരുണ്യവാനുമാകുന്നു. യാതൊരു ദിവസത്തിൽ രക്ഷിക്കുവാനുമില്ല. ആലോചനയോടെയാണ് പരിശ്രമിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ നിന്റെ മാർഗങ്ങൾ ദുർഗ്രഹങ്ങളാകുന്നു. മരണത്തെ മായ്ച്ചുകളയുവാനും മനുഷ്യന്മാരുടെ മഹാസത്യത്തെ പ്രതിവാനുമായിട്ട് യേശുമിശിഹായുടെ മത്സ്യലോകത്തേക്ക് നീങ്ങുകയും താല്പര്യമുള്ള സകല ആത്മാക്കളും രക്ഷയും മരണമില്ലായ്മയും പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ ശുഭമായ ലോകത്തുന്ന ശ്രേഷ്ഠവും അനിശ്ചിതവുമായ ലോകത്തേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു. കർത്താവിനോർക്കും അധികാരിയുമായിട്ടുള്ളവരെ ഈ താൽക്കാലിക ജീവിതമാകുന്ന പ്രദേശവാസനായിട്ട് യാത്രയായിരിക്കുന്ന ഇതിന്റെ രാശിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ യാത്രയാക്കിയ സ്വർഗീയ ഭവനങ്ങൾ വസിക്കുന്നവരായ സമാധാനമാലാകുമ്പോഴും ഇവരുടെ ആത്മാവിനെ കൊള്ളണമേ. കർത്താവെ ദുഷ്ടാത്മാവിടെയും ഇവരുടെ ആത്മാവിനെ രക്ഷിച്ചുകൊള്ളണമേ. ആയുധാളിയുടെ നഗരത്തിൽ നിന്ന് അതിനെവിടെ മക്കളും തിരഷ്ടമാതിരിക്കുന്നവരുമായി നിൽക്കുന്നവരുള്ള സേനകൾക്ക് ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യരുടെ ഭാഗങ്ങൾ പൂർണ്ണമായി ഗ്രഹിക്കണമേ. ഇവരുടെ പൂർണ്ണമായി ശ്രമിക്കുകയും ചെയ്യണമേ. ഇവരുടെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി വെച്ചു കൊടുക്കണമേ. കൃപാപൂർണ്ണമായവരുടെ ഇവർക്ക് നീട്ടിക്കൊടുത്ത് രണ്ടാം മരണമാകുന്ന ചുമയിലൂടെ തിരിച്ചുകൊള്ളണമേ. അദൃശ്യമാന്റെ ശക്തിയാൽ അവർക്ക് സഹായം കൊടുക്കണമേ. പിശാചികളുടെ ഭയങ്കരമായ ഒളിവിടങ്ങളുടെ സംരക്ഷിച്ചുകൊള്ളണമേ. ഇവരുടെ പ്രമാണങ്ങൾ നമുക്ക് തക്കപോലെ ഇവിടെ വിവരിക്കരുത്. തിരുസന്നിധിയെ സമരപ്പെട്ടക്കാർ തന്നെയാണല്ലോ കർത്താവേ. ഞങ്ങളുടെ സ്വാഭാവികമായ കരുണമേ. ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നതായ നാമത്തെ നിന്റെ മഹാകരുണയും ഞങ്ങളിലും ഇവിടെ നിന്നും ഓർക്കണമേ. ഞങ്ങളുടെ വനത്തിൽ രക്ഷയ്ക്ക് വേണ്ടിയുണ്ടായ നിന്റെ ഏകമത്തിന്റെ അഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ ഹൃദയം കരുണയോടെ മേലർപ്പിക്കുമാറാകണമേ. ഇവർ വിശ്വസിതമുള്ള വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്നവരുടെ സമൂഹമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളുടെ ശുദ്ധമായ സാധാരണ ദുഷ്ടമായ വരാതെ ലഭിച്ച ബോധകൊണ്ടും നിന്റെ കരുണയുണ്ടാകുമാറാകണമേ. കർത്താവേ നാമത്തിലുള്ള അനുഗ്രഹീത ഭവനത്തിലെത്തുന്നവരെ ഇതിന്റെ ദാസിക്ക് കോട്ടയണിയായ എല്ലാവർക്കാരും സഹായമായിരിക്കണമേ. അവിടെ ആനന്ദമില്ലാത്തതിന്റെ മഹിമയിൽ ഇവിടെ ആനന്ദിക്കുമാറാകണമേ. പ്രഭാവത്തെ വഴിയിൽ ശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാനുള്ള സംഗതിയാക്കണമേ. കർത്താവിന്റെ എല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യതയാക്കണമേ. വെടിപ്പുള്ളതുമായ പരിപാലനമായ ജീവിതത്താൽ അന്ധകാരത്തിന്റെ ദുഷ്കരങ്ങൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണങ്ങൾ അനുഭവിക്കുവാനാകണമേ. കർത്താവേ കരുണാദൃഷ്ടിയെ ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനവരായിരിക്കുന്നവർക്ക് മുഖപ്രസംഗം ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്നവർക്ക് ഏത് സ്ഥാനത്തും അവരുടെ പ്രത്യാശയമായതുകൊണ്ട് അവരുടെ മുഖത്തു നിന്ന് കണ്ണീരികളയണമേ. ദൈവമേ മനുഷ്യരുടെ പ്രത്യാശയുടെ അടുക്കിലേക്ക് യാത്രപ്പെട്ടവരും ശ്രേഷ്ഠവും മഹനീയവുമായ അവിടുത്തെ പ്രതിഷ്ഠയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരീ സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെല്ലാവരെയും വശീകരണത്തിന്റെ കൃപയായ ഭാഗ്യകരമായ ഭവനങ്ങൾ വിഷ്ണുമാരോടുകൂടെ ആശ്വാസമേ. ആ പ്രതിഷ്ഠയെ ലജ്ജാരഹിതമായ പ്രസന്നമുഖമോടുകൂടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവേ മുൻകൂട്ടി നിർദ്ദേശകരും ഇവിടെ അവശേഷിക്കുന്നവരും അവിടുത്തെ കർത്തൃത്വത്തിന്റെ ആസന്നമായ എല്ലാവരും
Oh
ഉയർപ്പിക്കുമെങ്കിൽ അപ്രകാരം തന്നെ ദൈവം യേശുവിൽ ഉൾപ്പെട്ട് മരിച്ചുപോയവരെയും അവരോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവിന്റെ അറിവിൽ ജീവനോട് ശേഷിക്കുന്നവരായ നമുക്ക് നിത്യപ്രവർത്തികളെ പിന്തുടരേണ്ടി വരികയില്ലെന്ന് കർത്താവിന്റെ വചനം ആധാരമാക്കി ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവ് പ്രധാന മാതാപിതാക്കളുടെ ശബ്ദം കർത്താവിന്റെ കാളുധ്വനി ഇവയോടുകൂടി സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. അപ്പോൾ മസിഹായ ഉൾപ്പെട്ടവരായ മനുഷ്യർ ആദ്യമേ ഉദ്ധാനം ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോടുകൂടെ ഒരുമിച്ച് അന്തരീക്ഷത്തിൽ കർത്താവിനെ എതിരേൽപ്പാനായിട്ട് മേഘങ്ങൾ എടുക്കപ്പെടും. അങ്ങനെ എല്ലായ്പ്പോഴും നാം നമ്മുടെ കർത്താവിനോട് ഒരുമിച്ച് സ്ഥിതി ചെയ്യുകയും ചെയ്യും. ആകയാൽ ഈ വചനങ്ങൾ മൂലം പരസ്പരം ആശിച്ചുകൊള്ളുകയും ആഹായി പാർക്കോ.
ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഇപ്പോൾ ദേവാലയത്തിന് ഒരുപാട് മുമ്പിൽ 3 പ്രാവശ്യം പങ്കെടുത്ത് ഒഴുകാണം എത്തുക. അതിനുശേഷം പ്രിയപ്പെട്ട ഈ മാതാവിൻ്റെ മുഖം ശ്വാസപ്രാവശ്യം കൂടി തുടർന്നുള്ള ശുശ്രൂഷകൾ ദേവാലയത്തിൽ വെച്ച് നിർവഹിക്കുകയാണ്. സെന്റ് മേരീസ് അരിയപ്പുറത്ത് ഇടവാങ്ങപ്പെട്ട ഈ പ്രിയപ്പെട്ട മാതാവ് ഈ ദേവാലയത്തോട് ചേർന്ന് നിർവഹിച്ചിട്ടുള്ളതായ എല്ലാ ശുശ്രൂഷകളെയും നല്ല പ്രവർത്തനങ്ങളെയും ഇടവക ഏറെ നന്ദിയോടെ ഓർക്കുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഈ പ്രിയപ്പെട്ട മാതാവ് യാത്ര തിരിക്കുമ്പോൾ ഈ ഇടവക സന്തോഷത്തോടെ പ്രാർത്ഥനാപൂർവ്വം ഈ ദാസിയെ സന്നിധിയിലേക്ക് യാത്ര തിരിക്കുന്നു. എന്നാൽ മാനുഷികമായി ഉണ്ടായിട്ടുള്ളതായ ഈ ദാസിയുടെ നിലപാട് മൂലമുള്ള അഭാവം കുറവുകൾ ഭവനക്കാരെയും പ്രിയപ്പെട്ടവരെയും സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ ചേർന്ന് നിങ്ങൾ അഭിനയിക്കുന്നു. ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റി, ട്രസ്റ്റി സെക്രട്ടറി, അതുപോലെ എല്ലാ സംഘടനകളുടെയും പേരിലുള്ള അനുശോചനം ഇപ്പോൾ അറിയിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട ഇപ്പോൾ ശോചന ശരീരത്തിന് സമർപ്പിക്കുന്നു. ഇപ്പോൾ ശോചന മുഖം മൂടുവാൻ കച്ചവടം ഈ സമയം വിനിയോഗിക്കണമേ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിക്കുന്നു. ഞങ്ങളെ
ശ്വാസം ദാ
സംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം എല്ലാവർക്കുമായിട്ട് ചെറിയ ലഘുഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്.
എല്ലാ ആൾക്കാരും അതിൽ പങ്കെടുക്കണമെന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. ഇപ്പോൾ സംസ്കരിക്കുവാനായിട്ട് നമ്മൾ ശരീരം എടുക്കാവുന്നതാണ്. സംസ്കാരം ചെയ്തധികം ഖേദം പൂണ്ട ഈ പ്രതിയെ പ്രതി കേഴേണ്ട ജീവൻ നൽകും അവൾ പുള്ളി സ്ഥിതമാ തിരുമേലേക്തങ്ങൾ അതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യൂ എന്റെ ശരീരം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായിടാൻ
എന്ന് മരം ജീവിപ്പാൻ അങ്ങേറ്റു മരിച്ചതു ഞാൻ എന്നും കർത്ത തന്നരുളിൽ മഹത്വം മുറിയോറാകി മേഘങ്ങൾ നിറഞ്ഞിരിക്കുന്നവരെ വാത്സല്യ സഹോദരങ്ങളെ പരസ്പരം ആശ്വസിപ്പിക്കുവേൻ, അന്യോന്യം ധൈര്യപ്പെടുത്തുകയും മരിച്ചവരുടെ സംസ്കാരത്തിൽ നീതീകരണം പ്രാപിക്കുവേൻ. ഹൃദയത്തിൽ നിന്ന് കരുണ പിൻവലിക്കരുത്. വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാപഭവനത്തിൽ പോകുന്നതാണ് എന്നുള്ള കൽപ്പന അനുസരിച്ച് വിശുദ്ധ സഭയുടെ പ്രതികൾ നിലയിൽ ഇപ്പോൾ നിങ്ങൾ വന്ന ദൈവികമായ തിരുവെട്ട് നിർവഹിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിനും നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. കർത്താവ് തന്റെ മഹാകരുണയാൽ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ഉത്തമ ഹൃദയത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ യേശുമിശിഹാ നിങ്ങൾക്ക് ഉത്തരവരുളും. ഐശ്വര്യപൂർണ്ണമായ തന്റെ ശ്രീപണ്ണാർത്തുന്ന നിങ്ങൾ കർത്താവ് നിങ്ങളുടെ യാതനകൾക്ക് മറുപടി അയച്ചു തരികയും ചെയ്യും. എൻ്റെ പിതാവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകാരംഭത്തിന് മുമ്പ് നിങ്ങൾക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം എന്ന അനുഭവിച്ചുകൊള്ളുകയും അരുളി ചെയ്യുന്ന സന്തോഷപ്രദമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്ക് സംഗതിയാക്കട്ടെ. നിങ്ങളുടെയും നിങ്ങളുടെ പരേതരുടെയും തൻ്റെ ശരണത്തിൽ പ്രാപിച്ചിരിക്കുന്ന ഈ മിശിഹായുടെ ദാസിയുടെ പാവങ്ങൾ കർത്താവ് പരിഹരിക്കുമാറാകട്ടെ. കർത്താവ് ഇവളെ തന്റെ വലത്തുഭാഗത്ത് വിളിച്ച് നിർത്തുമാറാകട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അവന്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ച അതേ സ്ഥാനത്ത് തന്നെ ഇവരുടെ വാസവും ആനന്ദവുമായി തീരുമാറാകട്ടെ. ദൈവമാതാവായ മറിയാമിന്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ സ്വർഗീയ സഭയിലും ഈ ഭൗമിക സഭയിലും ഇവയെല്ലാം സാധിക്കുമാറാകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം തന്റെ ശരണത്തിൽ പ്രാപിച്ചിരിക്കുന്ന ദാസിയും ആരാധകയുമായി ഇവളെ കൃപയോടെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ഈ കൂട്ടത്തിന്മേൽ ദൈവത്തിന്റെ കരുണ എന്നേക്ക് രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചെടുത്താൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ സംസ്കാര ശുശ്രൂഷ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങിപ്പോർക്ക് പാപരിഹാരം നൽകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധനുമായുള്ളവേ, കുറ്റമുള്ള നിങ്ങളോടുമായി നിങ്ങളുടെ പ്രാർത്ഥന അതിന്റെ സ്വർഗീയ സുവാസത്തിൽ ഉണ്ടാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കുമാറാകണമേ. അബോഹായോ കാദീശോ ഏറ്റവും അടുത്തവരും മുന്നോട്ട് വന്നു അച്ഛൻ്റെ കൈ മുട്ടുക. ബാക്കി എല്ലാ ആൾക്കാരും ദയവായിട്ട് പടിഞ്ഞാറ് വശത്ത് കാപ്പി ക്രമീകരിച്ചിട്ടുണ്ട്, അത് പങ്കെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ